പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നതിനെതിരെ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ രംഗത്തെത്തി. ഹോർമുസ് അടച്ചതിനെ അപലപിച്ച് കൂട്ടായ്മ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനിടെ 35 ഇറാനിയൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ US പുതുതായി ഉപരോധം ഏർപ്പെടുത്തി. സമ്മർദ്ദം ശക്തമാക്കി ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് US ലക്ഷ്യം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇറാനെ ഒറ്റപ്പെടുത്തുക, ഒപ്പം ഇറാന്റെ സാമ്പത്തിക വ്യാപാര താൽപ്പര്യങ്ങൾ ഇല്ലാതാക്കുക, യുദ്ധത്തിൽ ജയിക്കാനായില്ല, ആയുധം കൊണ്ട് പോരടി ജയിക്കാനായില്ല. US-ന്റെ പുതിയ ലക്ഷ്യം അത് വിജയിക്കുമോ? രഞ്ജിത്ത്, നിലവിൽ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഇറാന് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഒന്ന് GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, മറ്റൊന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. അമേരിക്ക നേരത്തെ തന്നെ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധവും അതുപോലെ തന്നെ മറ്റ് പല അന്താരാഷ്ട്ര ഉപരോധങ്ങളിലൂടെയും ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. എന്നാൽ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം ഒന്നുകൊണ്ട് മാത്രം ഇറാൻ US-മായി ചർച്ച നടത്താൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇറാനെ സഹായിക്കുന്ന 35ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും US-ന്റെ ട്രഷറി വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളാണ് US ഉപരോധം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇറാന് വൻതോതിൽ പണം കൈമാറിക്കൊണ്ടിരുന്നത്. അത് പ്രധാനമായിട്ടും ആയുധ വ്യാപാരങ്ങളിലൂടെയും അതുപോലെ എണ്ണ വ്യാപാരത്തിലൂടെയുമായിരുന്നു ഇത്തരം സ്ഥാപനങ്ങൾ ഇറാന് വൻതോതിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫണ്ടിങ് കട്ട് ചെയ്ത് ഇതിനെ US വിശേഷിപ്പിച്ചത് ഇറാന്റെ ഒരു രഹസ്യ ഒരു ഷാഡോ ബാങ്കിംഗ് ശൃംഖല എന്നാണ് US-ന്റെ ട്രഷറി വകുപ്പ് ഇതിനെ നിർവചിച്ചത്. ഇത്തരം അതുമാത്രമല്ല, ഇറാൻ ഈ സ്ഥാപനങ്ങൾ വഴി ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് ബിറ്റ്കോയിൻ വഴിയും അതുപോലെ തന്നെ ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ വഴിയുമാണ്. ഇതുവഴി ഡോളറിലുള്ള അവരുടെ ഉപരോധത്തിനെ മറികടക്കാൻ ഇറാന് ഏറെക്കുറെ സാധിച്ചിരുന്നു. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിലൂടെ ഈ ഒരു സമ്മർദ്ദതന്ത്രം നിലവിൽ ഈ 35 സംഘടനകളെയും അതുപോലെ വ്യക്തികളെയും ഉപരോധിച്ചുകൊണ്ട് ഇവർക്കെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഇറാന് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുകയാണ് US-ന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതുവഴി IRGCക്ക് ലഭിക്കുന്ന വലിയ തോതിലുള്ള ഫണ്ടിംഗ് നിർത്തലാക്കാനും US ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ IRGCക്ക് ഫണ്ടിംഗ് ലഭിക്കാതാവുകയും അവർക്ക് കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്ന് US വിലയിരുത്തുന്നു. മാത്രമല്ല, ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപിൽ ഇപ്പോൾ തന്നെ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള ഓയിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതൊന്നും മറ്റ് രാജ്യങ്ങളിലോട്ട് കൈമാറാനാകാതെ ഈ ഒരു തീരുമാനത്തിലൂടെ അവർ പ്രതിസന്ധിയിലാകുമെന്നും US കണക്ക് കൂട്ടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ GCC രാജ്യങ്ങൾ സൗദി അറേബ്യയിൽ വെച്ച് പ്രത്യേക യോഗം ചേർന്നിട്ടുള്ളത്. നിലവിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ GCC രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഓഫ്ലൈനായിട്ട് നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. ഇതിനു മുൻപേ ഓൺലൈനായിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. ഈ GCC രാജ്യങ്ങളുടെ യോഗത്തിൽ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഖത്തർ അമീർ, അതുപോലെ തന്നെ കുവൈറ്റിന്റെ കിരീടാവകാശി, ബഹ്റൈൻ രാജാവ്, UAE-യുടെ വിദേശകാര്യമന്ത്രി, ഇങ്ങനെ നിരവധി പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ GCC രാജ്യങ്ങളെല്ലാവരും ഒന്നാകെ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ ഉപരോധത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ പിരിക്കുന്ന തീരുമാനം എത്രയും വേഗം പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നിരവധി പുതിയ പദ്ധതികളും ഈ GCC രാജ്യങ്ങളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് GCC റെയിൽ പദ്ധതി, GCC വൈദ്യുതി ശൃംഖല, GCC ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ, GCC മേഖലയിൽ മൊത്തത്തിലെത്തുന്ന ശുദ്ധജല നെറ്റ്വർക്കുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ മുൻകൂട്ടി അറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം, ഇവയെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. പിന്നെ മേഖലയിൽ ഒരു രാജ്യത്തിനെതിരെ ആക്രമണമുണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കാനും പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരണം പുലർത്താനും ഈ രാജ്യങ്ങൾ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും UAE-യുടെ ഈ ഒപെക്കിൽ നിന്നുള്ള ഒരു പുറത്താകലിന് ശേഷം ഈ GCC രാജ്യങ്ങൾ ഉടൻ തന്നെ അവരുടെ ഒരു സഹകരണം മെച്ചപ്പെടുത്താനുള്ള ഒരു അടുത്ത ഘട്ട നടപടിയാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം രണ്ട് കാര്യങ്ങളും ഇറാനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. തീർച്ചയായും അതാണ് സാഹചര്യം. ഒപ്പം നമുക്കറിയാം, ഹോർമുസുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉപരോധം തുടരുന്നുണ്ട്. GCC രാജ്യങ്ങൾ ഇന്നലെ യോഗം കൂടിയിരുന്നു. ഇറാനെ ആ തരത്തിൽ കൈകാര്യം ചെയ്യുക, ഇറാന്റെ ഉപരോധം അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇടപെടുകയും പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ നേരത്തെ മധ്യസ്ഥശ്രമം നടത്തിയിട്ട് മറ്റുമുണ്ട്. ഒരു സമാധാന കരാറിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമാണ്. അതിന് ഏറ്റവും അടിയന്തരമായി വേണ്ടത്
ഹോർമുസിന് നിയന്ത്രണം പിൻവലിക്കുക, ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായി ഹോർമുസിനെ ഏർപ്പെടുത്തുക, ഒപ്പം ആണവ കരാറിൽ നിന്നും ഇറാനെ പിൻവലിപ്പിക്കുക. അതിന് അമേരിക്ക പറയുന്ന ന്യായം ഇറാനിലൊരു സ്വതന്ത്ര ഭരണകൂടമില്ല, ഇപ്പോൾ അവർ ഏകോപനമില്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കൽ ഇറാനെ പിൻവലിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ ഘടകമായി മാറുന്നുണ്ടല്ലോ അജയ്. ട്രംപിന്റെ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിൽ തന്നെ ട്രംപ് വീണ്ടും അവകാശപ്പെടുന്നത് ഇറാനിലെ നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണ്, അവർക്ക് ഇടയിൽ ഒരു ഏകോപനമില്ല എന്നാണ്. മാത്രമല്ല ഇറാൻ ഹോർമുസ് കടലിലേക്ക് തുറക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുന്നിൽ അപേക്ഷിക്കുകയാണെന്ന് ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം ഇറാൻ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് നിലവിൽ ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോഴും പറയുന്നത് യു എസ് ആണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതെന്നാണ് ഇറാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള 3 ഇന നിർദ്ദേശങ്ങൾ അത് യു എസിന്റെ പരിഗണനയിലാണ്. ട്രംപ് ഇത് ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് വിവരമുള്ളത്. ഇതുവരെ യു എസ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. ട്രംപിന് ഇറാന്റെ പല നിർദ്ദേശങ്ങളോടും എതിർപ്പുള്ളതായിട്ടുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ ട്രംപ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ നിലവിൽ നിലവിൽ ചാൾസ് മൂന്നാമൻ രാജാവ് യു എസിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാൾസ് മൂന്നാമൻ യു എസിൽ നിന്ന് യാത്ര തിരിച്ചതിന് ശേഷമായിരിക്കും ട്രംപിൻ്റെ എന്തെങ്കിലും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരിക. മറ്റു കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ ഈ ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഈ 2 ദിവസങ്ങളിൽ സംസാരിക്കാത്തതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും യു എസിൻ്റെ അണിയറയിൽ കൂടുതൽ നീക്കങ്ങൾ നടക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നൊക്കെ വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.